മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായി എന്ന അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ദേവികുളം തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 കുട്ടികളെയാണ് തെരുവുനായ ആക്രമിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, കണ്ണൂരിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടെ ഏതാണ്ട് 80-85 പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിൽ ഒരു കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിലാണ്. എന്താണ് ദേവികുളത്ത് സംഭവിച്ചത് രാഹുൽ? വിജുമാറി, മൂന്നാർ മേഖലയിൽ അതുപോലെ തന്നെ ദേവികുളം മേഖലയിൽ ഈ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണ്. 2 ആഴ്ച മുമ്പ് 16 പേരെ, വിനോദസഞ്ചാരികളടക്കം 16 പേരെ തെരുവുനായ ആക്രമിച്ചത് നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നത്. അതിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ദേവികുളം തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇന്നലെ വൈകിട്ടാണ് തെരുവുനായ ആക്രമിച്ചത്. ഈ കുട്ടിയും അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ സ്കൂളിലേക്ക് പോകും വഴി സ്കൂൾ പരിസരത്ത് വെച്ചാണ് +1-ലും +2-ലും പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾക്ക് നേരെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 5 പേരും ദേവികുളം CHCയിലെത്തി വാക്സിൻ സ്വീകരിച്ച് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സ്കൂൾ പരിസരത്ത് ഇപ്പോഴും തെരുവുനായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആശങ്ക ഈ സ്കൂൾ കുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തെരുവുനായ ശല്യം തടയുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നാട്ടുകാരുടെ വലിയ പരാതിയാണ്. ഇത് കാലങ്ങളായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഈ തെരുവുനായ ഇത്രയും അക്രമകാരിയായ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണം എന്നുള്ളതാണ് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒന്നല്ല, ഒരുപാട് തെരുവുനായകൾ മൂന്നാറിലും ദേവികുളം പരിസരത്തും വലിയ ശല്യമായി മാറുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഉൾപ്പെടെ പലതവണ ഈ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടും നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യവും. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തെരുവുനായകൾ അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും വീണ്ടും ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേളയിൽ തെരുവുനായ ആക്രമണത്തിൻ്റെ വാർത്തകൾ കൂടുതൽ കേട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, അത് വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന സംശയം ഈ ദിവസങ്ങളിലെ വാർത്ത ഉണ്ടാക്കുന്നു.